ഇന്ന് നമുക്ക് കുറച്ച് റീപോർട്ടിംഗ് വീഡിയോ കണ്ടാലോ? ഇതെൻ്റെ ഡൈനിങ് ടേബിളിലിരുന്ന് സി പ്ലാന്റ് ആണ്. ആളെ ഞാൻ റീപോർട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് അതിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് ഞാൻ ശരിക്കും ഷോക്കായത്. കാരണം ഞാൻ ഇപ്പോഴത് റീപോർട്ട് ചെയ്യാൻ എടുത്തിട്ടില്ല എങ്കിൽ കുറച്ച് ഡേ കൂടി കഴിഞ്ഞാൽ അതെനിക്ക് നശിച്ച രൂപത്തിലായിരിക്കും കിട്ടുന്നത്. കാരണം അത്രയും ശോഷിച്ചിരിപ്പുണ്ട് ആൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രോപ്പറായിട്ട് വെള്ളവും വളവും ഒക്കെ അതിന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. വളം കൂടിയിട്ടാണോ വെള്ളം കൂടിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു രൂപത്തിലാണ് ഞാൻ കണ്ടത്. എനിക്ക് ശരിക്കും ഞാൻ ഷോക്കായി പോയി. അപ്പം ഇയാളെ ഞാൻ അവിടെ ഡൈനിങ് ഹാളിലോട്ട് വെക്കാമെന്ന് വെച്ചു. ഇയാളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പെട്ടെന്ന് ഷൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ചെറിയ പോട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതും എൻ്റെ ഡൈനിങ് ഹാളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആളെ മാറ്റി ഈ ഒരു പ്ലാന്റ് അതിലോട്ട് മാറ്റി നടാമെന്ന് വെച്ചു. ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാട്ടോ. ആള് നല്ല കുഞ്ഞനാണ്, പക്ഷേ അതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. കാണാനൊരു എന്താ പറയുക, പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നുമെങ്കിലും ആളെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇയാളെ ഞാൻ ഡൈനിങ് ഹാളിലോട്ട് മാറ്റാമെന്ന് വെച്ചു. അപ്പോൾ ഡൈനിങ് ഹാളിലിരുന്ന പോട്ട് ഞാൻ വേറൊരു പോട്ടിലോട്ട് മാറ്റി, ഡൈനിങ് ഹാളിലിരുന്ന പ്ലാന്റ് ഞാൻ വേറൊരു പോട്ടിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന് 2 ഷൂട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇയാളെ അത്യാവശ്യം വലിയ പോട്ടിലോട്ട് തന്നെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. അതിന് പുതിയ ഷൂട്ടുകളൊക്കെ വരുമ്പം നല്ല എന്താ പറയുക, ബുഷിയായിട്ട് അവിടെ ഇരുന്നോളും. ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ റീപോർട്ട് ചെയ്ത് വെച്ച ചെറിയ കുഞ്ഞു പ്ലാന്റുകളൊക്കെ ഉണ്ടാവും, അത് ഞാൻ എടുത്ത് കൊടുക്കാറാണ് പതിവ്. മിക്കവാറും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുക്കും. സി പ്ലാന്റ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ വേറൊരു പോട്ടിലോട്ട് ഞാൻ മാറ്റി നടുകയാണ്. നശിച്ചു പോവാതെ കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്ക്. ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് പ്ലാസ്റ്റിക് ആണോ അതോ ഒറിജിനലാണോ എന്നൊക്കെ. കാരണം അതിൻ്റെ ഇലകൾക്ക് നല്ല ഹാർഡാണ് അതിൻ്റെ ഇലകൾ. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരു ലുക്കും അതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പം അങ്ങനെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആയിരുന്നു. അത് നശിച്ചു പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇതൊക്കെ ഞാൻ റീപോർട്ട് ചെയ്തു നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഡൈനിങ് ഹാളിലോട്ട് കൊണ്ടുവയ്ക്കട്ടെ. ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പം ഒരു 2 പ്ലാന്റ്സ് ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കുഞ്ഞു തൈ തന്നതാണ്. ഇപ്പോൾ നിറയായി പോട്ടിൽ. അതുപോലെ പോത്തോസിൻ്റെ ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് കണ്ടപ്പം ഇതും ഒരെണ്ണം ഞാൻ മേടിച്ചു. അങ്ങനെ 3 പോട്ടുകളിലായിട്ട് 2 ചെടികളാണ് ഞാൻ മേടിച്ചത്. ഇതൊരു പോട്ടിൽ 5 തൈകളായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ 2 പോട്ടിലായിട്ട് മാറ്റി നട്ടിട്ടുണ്ട്. അതുപോലെ പോത്തോസും ഞാൻ 2 പോട്ടിലേക്ക് തന്നെയാണ് മാറ്റി നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ഷെയ്ഡിലെടുത്ത് വെച്ചിട്ട് വേണം. ഇന്ന് ഞാൻ പുറത്ത് പോയപ്പം തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാർഷിക വിപണന മേള എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കണ്ടപ്പം അവിടെ കയറി കുറച്ച് പ്ലാന്റുകൾ മേടിച്ചു. ഇത് എൻ്റെ കയ്യിലില്ലാത്ത ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. എൻ്റെ കയ്യിലില്ലാത്തത് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതൊരു കടയുടെ മുൻവശത്ത് കണ്ടപ്പം ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു, എനിക്ക് തരുമോയെന്ന് ചോദിച്ചു. ഒന്നും നോക്കിയില്ല, ആ ചേട്ടൻ ഇറങ്ങി വന്നു, എനിക്ക് ഒത്തിരി പൊട്ടിച്ച് കയ്യിൽ തന്നു. എനിക്കിഷ്ടപ്പെട്ട ചെടികൾ ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിൽ. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പം കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.